2000-ലധികം ആളുകൾക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് സാധ്യതയുള്ള ഒരു ബിസിനസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നന്നായി സ്മാർട്ടായി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 1 lakh ഒക്കെ ആവറേജ് കിട്ടും. അതിന് മുകളിലേക്ക് ഉണ്ടാക്കാം. മിനിമം ഒരു 50,000 to 60,000 ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വലിയതെന്നല്ല, ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ്, അത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പോലും കഴിയാത്ത അത്രയും ഇൻവെസ്റ്റ് ചെയ്താൽ എഫേർട്ട് ഉണ്ടത് നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ എന്താ പറയുക അധ്വാനാണെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യേണ്ടത് വേണ്ടത്, കഠിനാധ്വാനം അല്ല എന്ത് ചെയ്യേണ്ടത് വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് വാട്ടർ പ്രൂഫിംഗ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഇത് വലിയ ഓണ്ടർപ്രണേഴ്സിനോ അതല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ആളുകളെല്ലാം ഇത് ഉപയോഗപ്പെടുത്തേണ്ടത്. ഇത് ഒരു പക്ഷേ നിലവിൽ ഈ ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സിവിൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന എന്തെങ്കിലും പരിചയമുള്ള ആളുകൾ ഒരു കാറ്റഗറി അതാണ്. ഇനി ഒരു പരിചയവുമില്ലാത്ത, ഗൾഫിൽ നിന്നോ മറ്റോ റിട്ടേൺ ആയിട്ട് വന്ന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, എന്നാൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, മറ്റ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലൊന്നും സക്സസ് ആവാതെയോ അല്ലെങ്കിൽ അതൊന്നും ആവശ്യത്തിനുള്ള റിട്ടേൺ, കുടുംബം പറ്റാനുള്ളത് കിട്ടുന്നില്ല, അങ്ങനത്തെ ആളുകൾ, അവർക്കൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സാധ്യതയെക്കുറിച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അത് കേരളത്തിൽ മാത്രം 2000 ആളുകൾക്ക് ഇപ്പോൾ അതിൻ്റെ അവസരമുണ്ട്. ഒരു പഞ്ചായത്തിൽ 2 ആളുകൾക്ക് വെച്ച്. അതായത് എൻ്റെ ഒരു ക്ലയൻറ്റ് വാട്ടർ പ്രൂഫിംഗ് മേഖലയിൽ 1996 മുതലുള്ള ഒരു ഗ്രൂപ്പാണ്. അവർ വലിയ പ്രോജക്റ്റുകൾ ഒരുപാട് ചെയ്ത് കേരളത്തിൽ ഇപ്പം എടുത്തു നോക്കുകയാണെങ്കിൽ സിഗ്നേച്ചർ പ്രോജക്റ്റുകൾ എന്ന് പറയാവുന്ന ട്രിവാൻഡ്രം എയർപോർട്ട്, അദാനി എയർപോർട്ട്, അതേപോലെ ISRO, തുമ്പ ISRO, ഇവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ സിവിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വാട്ടർ പ്രൂഫിംഗ് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഞങ്ങളുടെ ഒരു പുതിയ പ്രോജക്റ്റാണ് കേരളത്തിലുടനീളം ആപ്ലിക്കേറ്റേഴ്സിനെ, ഓതറൈസ്ഡ് ആപ്ലിക്കേറ്റേഴ്സിനെ എന്ത് ചെയ്യുക, സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മാർക്കറ്റിൽ വാട്ടർ പ്രൂഫിംഗ് മേഖലയിൽ പൊതുവേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രോഡക്റ്റുകൾ കിട്ടും. അത് സാധാരണ നമ്മൾ സിമെന്റ് അടിക്കുന്ന പോലെ, പെയിന്റ് അടിക്കുന്ന പോലെ അടിച്ചു പോകുക. 1-2 കൊല്ലം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ലീക്കേജ് ഉണ്ടാകുന്നു. നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 7 ലെയർ കോട്ടിങ്ങിലാണ്, മിനിമം 7 ലെയറിലാണ് ഇതിൻ്റെ കോട്ടിംഗ് ഉള്ളത്. ഒരു അപ്രൂവ്ഡ് എഞ്ചിനീയറിംഗ് മെത്തേഡ് വഴി മാത്രം അപ്ലൈ ചെയ്യേണ്ട. അങ്ങനെ ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വർഷം വരെ, അതിനെ സയന്റിഫിക് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം വരെ ഏറ്റവും മിനിമം നമുക്ക് ലീക്കേജ് ഇല്ലാതെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ നല്ല ഏത് നാട്ടിലും അത്യാവശ്യം എഞ്ചിനീയേഴ്സോ ആർക്കിടെക്ട്സോ ഒക്കെ ചെയ്യുന്ന ബിൽഡിംഗ്സോ വീടുകളൊക്കെ ആണെങ്കിൽ അവർ നിർബന്ധമായിട്ടും ചെയ്യുന്നതാണ് വാട്ടർ പ്രൂഫിംഗ് എന്നുള്ളത്. സോ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോസിലും കമ്പനി ഒഫീഷ്യൽസിന്റെ നമ്പർ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. അതിൽ വിളിക്കുക, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അറിയിക്കുക, ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. താല്പര്യമുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്. ഒരു 15,000 രൂപന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യും വരും. അത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആയി കണക്കാക്കേണ്ടതില്ല, കാരണം ഇത് കോഴ്സ് ഫീ ആണ്. നിങ്ങളെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ടെക്നിക്കൽ എക്സ്പേർട്സ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കൽ നോളജ് തന്നിട്ട് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്ന സാധനമാണിത്. അതിനുശേഷം ലൈഫ് ലോങ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഗൈഡൻസ് സപ്പോർട്ടും, ഏത് സമയത്തും അവർക്ക് വിളിക്കാവുന്ന ഒരു ഗൈഡൻസ് സപ്പോർട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതിന് പുറമെ ഓതറൈസ്ഡ് ആപ്ലിക്കേറ്റേഴ്സിന് കമ്പനിയുടെ എല്ലാ പ്രോഡക്റ്റുകളും ഡീലർ പ്രൈസിൽ എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ബിസിനസ് മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മിനിമം 1000 സ്ക്വയർ ഫീറ്റിന്റെ വർക്ക് ഒരാൾ എടുക്കുകയാണെങ്കിൽ പരമാവധി പോയ 4-5 ദിവസം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു വർക്കാണ്. ഒരാൾ മാത്രം മെനക്കെടുകയാണെങ്കിൽ കേട്ടോ. 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ മെറ്റീരിയൽ കോസ്റ്റ് ആണെങ്കിൽ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്, ആ മെറ്റീരിയൽ കോസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം മാർക്കറ്റിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പെൻസസ് എന്ന് പറയുന്ന ഏറ്റവും മിനിമത്തിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് നിങ്ങൾ ആ വർക്ക് എടുക്കുകയാണെങ്കിൽ 4-5 ദിവസങ്ങൾ കൊണ്ട് എല്ലാ മെറ്റീരിയൽ കോസ്റ്റും കഴിഞ്ഞിട്ട് നിങ്ങളാണ് നേരിട്ട് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു 25,000 വരെ സേവ് ചെയ്യാൻ പറ്റും. 4-5 ദിവസത്തിനുള്ളിൽ കിട്ടുന്നതാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരു 5000 സ്ക്വയർ ഫീറ്റിന്റെ വർക്ക് ക്യാൻവാസ് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ, ഇത് 2 രീതിയിൽ നിങ്ങൾക്ക് വർക്ക് എടുക്കാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓതറൈസ്ഡ് ആപ്ലിക്കേറ്റേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാ കോൺട്രാക്ടേഴ്സിനെയും, സിവിൽ കോൺട്രാക്ടേഴ്സ്, എഞ്ചിനീയർമാർ, ബിൽഡിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അതേപോലെ പെയിന്റേഴ്സ്, പ്ലംബിംഗ്, വയറിംഗ് ആൻഡ് പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നേരിട്ട് പോയി കാണുക, നിങ്ങളുടെ കാർഡുകൾ കൊടുക്കുക, പരിചയപ്പെടുക, വീട് പണി നടക്കുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും. ഇങ്ങനെ നിങ്ങൾ സ്വയം എഫേർട്ട് എടുത്തിട്ട് വർക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് പുറമെ കമ്പനിയിലേക്ക് വരുന്ന ലീഡുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും കിട്ടാതിരിക്കാം, അതൊരു ഓപ്ഷണൽ കേസാണ്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, എടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഒന്നും ഇന്ന് വർക്ക് കിട്ടുക എന്നുള്ളത് സ്മാർട്ടായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത കേസാണ്. 1000 സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾ മാത്രം ജോലിയാണെങ്കിൽ, ഒരു ജോലിക്കാരനെയും വെക്കാതെ നിങ്ങൾ മാത്രം ജോലി ചെയ്യുകയാണെങ്കിൽ 1.25 ലക്ഷം 1.5 ലക്ഷം രൂപ വരെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ്സിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു മാസത്തോളം. ഇനി പുതിയ ജോലിക്കാരെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ സൂപ്പർവൈസ് ചെയ്യുക, നിങ്ങൾ ആളുകളെ പോയി കണ്ട് കൂടുതൽ വർക്ക് എടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം ഉണ്ടാക്കാനും എന്താവും കഴിയും. ഇനി ഇതിന്റെ സാധ്യത കേരളത്തിൽ മാത്രമല്ല, എവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സോ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, കിട്ടും, കൂടുതൽ അറിയാൻ കഴിയും. ആകെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 15,000 രൂപ. ഈ 15,000 രൂപ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് റീഫണ്ട് തരുന്നുണ്ട്. എങ്ങനെ റീഫണ്ട് തരും? നിങ്ങൾ ഓതറൈസ്ഡ് ആപ്ലിക്കേറ്റേഴ്സ് ആയി നിങ്ങൾ വർക്ക് പിടിച്ച് വർക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ വേണം. ഇങ്ങനെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഡീലർ പ്രൈസിൽ ബില്ല് ചെയ്യുന്നതോടൊപ്പം ഘട്ടമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ 15,000 രൂപ തീരുന്നത് വരെ നിങ്ങൾക്ക് അത് റീഫണ്ട് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഓരോ 10,000-നും 5% വെച്ചിട്ട്, നിങ്ങൾ തന്ന പൈസയുടെ 5% വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് റീഫണ്ട് തരും. അപ്പോൾ ഒരു 10,000 സ്ക്വയർ ഫീറ്റിന്റെ വർക്ക് എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തും കിട്ടും, ഈ 15,000 തിരിച്ചു കിട്ടും. അങ്ങനെ പറഞ്ഞല്ലോ, ഇതിൽ പ്രത്യേകിച്ച് വെറുതെ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ആരും ഇതിലേക്ക് എന്ത് ചെയ്യാൻ നിൽക്കേണ്ട വരണ്ട. നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ എന്താവുള്ളൂ പൈസ. അധ്വാനം ഉണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാനും എന്താവും കഴിയും. സാധ്യതകൾ ഇഷ്ടം പോലെയാണ്, ഓപ്പർച്യൂണിറ്റീസ് എമ്പാടും ഉണ്ട്. ചെറിയ ബിൽഡിങ്ങുകൾക്ക് പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളും വെള്ളം കയറുകയും വെള്ളം നിൽക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ബോധമുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, കിച്ചൺ, ടോയ്ലറ്റുകൾ, പിന്നെ അതേപോലെ ബേസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് റൂഫിങ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ പ്രൂഫിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബോധമുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഇൻവെസ്റ്റ് ചെയ്യുക.
മറ്റ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം എത്ര ഭംഗിയിലും കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് നമ്മൾ വീട് വെക്കും, റൂമിൻ്റെ ഉള്ളിൽ കയറിയാൽ കാണാൻ ചുമര് മുഴുവൻ എന്തായിരുന്നു ലീക്കായിട്ട് വൃത്തിയായിട്ട് കിടക്കുന്നത്. ഈ സാഹചര്യം ഇല്ലാതെയാക്കാനാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, വാട്ടർ പ്രൂഫിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ കഴിവിൻ്റെ പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തുക, ഒരു സ്വയം തൊഴിലായിട്ട് എടുക്കുക. നല്ല ബിസിനസ് ചെയ്യുന്ന പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വയം തൊഴിൽ തന്നെയാണിത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഈ നമ്പറിലും ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി ഒഫീഷ്യൽസിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം, അതിലേക്ക് ഡയറക്റ്റ് വിളിക്കുകയും ചെയ്യാം. ഓക്കെ.